ശ്യാം ദേവരാജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിയമവശങ്ങൾ ശ്യാം ദേവരാജ് വ്യക്തമാക്കും. ശ്യാം ദേവരാജ്, ഇതൊരു എൻക്വയറീസ് കമ്മീഷൻ ആക്ട് പ്രകാരം സ്ഥാപിതമായിരിക്കുന്നൊരു കമ്മീഷനല്ല, ഇതൊരു കമ്മിറ്റിയാണ്. അപ്പോൾ ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ മൊഴി കൊടുക്കാനെത്തിയ ഒരാൾ പറയുന്നു ആ റിപ്പോർട്ട് തന്നെ കാണിക്കേണ്ടതുണ്ട്, തൻ്റെ സ്വകാര്യത കൂടി അതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന് താൻ ഭയക്കുന്നു. അതുകൊണ്ട് മൊഴി നൽകിയ ആൾക്ക് റിപ്പോർട്ടിൻ്റെ പകർപ്പ് വേണമെന്നുള്ള ആവശ്യം തത്വത്തിൽ നിലനിൽക്കുന്നതാണോ? അങ്ങനെ ഒരു ആവശ്യം നിയമപരമായി നിലനിൽക്കുമോ? ശ്യാം. ഡോക്ടർ അരുൺകുമാർ, അത്തരമൊരാവശ്യം രഞ്ജിനിക്ക് ഉന്നയിക്കാൻ കഴിയില്ല. കാരണം ഈ റിപ്പോർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ ആദ്യഘട്ടത്തിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചത്. ഇതിൽ മൊഴി നൽകിയിട്ടുള്ള രഞ്ജിനി അടക്കമുള്ള നിരവധിയായ അഭിനേതാക്കളുണ്ട്, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, വനിതകൾ അടക്കമുള്ള ആളുകളാണ് അവർ. അവർക്കെല്ലാം മൊഴിപ്പകർപ്പ് വേണം എന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ രഹസ്യാത്മകതയടക്കം അത് ബാധിക്കുകയും ചെയ്യും. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാധ്യമപ്രവർത്തകരായ 7 പേർ വിവരാവകാശ നിയമം അനുസരിച്ച് അപേക്ഷ നൽകുമ്പോൾ ഇതൊരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അതൊരു പൊതുരേഖയാണ് എങ്കിൽ അക്കാര്യം പുറത്തുവിടാം. പക്ഷേ ഇതൊരു പൊതുരേഖയല്ല. ഇത് പൊതുരേഖ അല്ലാതാകുന്നതിൻ്റെ കാരണം ഇതിൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ അല്ലെങ്കിൽ അവർ നൽകിയ മൊഴി ഉൾപ്പെടുന്നുണ്ട് എന്നതാണ്. ആ വിവരങ്ങൾ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ ഈ റിപ്പോർട്ട് വരികയുമില്ല. പക്ഷേ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ജൂലൈ 5 വിധിയിൽ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ആ ഉത്തരവിൽ പറഞ്ഞ കാര്യം, ഇതിലെ വ്യക്തികളുടെ വിവരങ്ങളോ അതിലേക്ക് നയിക്കുന്ന സൂചനകളോ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ മാസ്ക് ചെയ്യുകയും അതിനുശേഷം ആ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്യാം എന്നാണ്. അതായത് ആ വിവരങ്ങൾ മാസ്ക് ചെയ്താൽ അത് ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആകും, അത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരും. ആ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ സർക്കാരിനും എതിർപ്പില്ല. സർക്കാർ അതാണ് നിലപാട് മാറ്റുകയും ചെയ്തത്. ഈ ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം 24-ാം തീയതി സജിമോൻ പാറയിൽ എന്ന നടനും നിർമ്മാതാവുമായ ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ജസ്റ്റിസ് PM മനോജ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇതിന്മേൽ ആദ്യഘട്ടത്തിൽ അന്ന് തന്നെ വിശദമായ വാദം കേൾക്കുകയും സ്റ്റേ നൽകുകയും ചെയ്തു. പിന്നീടാണ് ജസ്റ്റിസ് VG അരുണിൻ്റെ മുന്നിലേക്ക് ഇത് ബെഞ്ച് മാറി എത്തുന്നത്. അതിലും വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് 13-ാം തീയതി, ഇക്കഴിഞ്ഞ 13-ാം തീയതി ജസ്റ്റിസ് VG അരുൺ അതിൽ വിധി പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിടാം, ഇത് ആരുടെയും സ്വകാര്യമായ വിവരങ്ങളെ ബാധിക്കുന്നതല്ല എന്നത് കാര്യം. ശ്യാം, അങ്ങനെ ജഡ്ജി വിധി പറയുന്നു, സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ വളരെ കൃത്യമായി പറയുന്നു ഈ റിപ്പോർട്ടിലുള്ളത് പൊതു താല്പര്യമാണ്, അതുകൊണ്ടത് പൊതു താല്പര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടാം, മാധ്യമങ്ങൾ അതിനകത്തൊരു പങ്കുവഹിക്കണമെന്ന് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയുമുണ്ട്. ഇപ്പോൾ നിലവിൽ സർക്കാരിന് സാങ്കേതികമായ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തടസ്സമില്ലല്ലോ, ഈ സിംഗിൾ ബെഞ്ച് വിധിയിന്മേൽ സ്റ്റേ ഇല്ല. അരുൺ, അങ്ങനെ തന്നെയാണ്. നിലവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് മേൽ ഏതെങ്കിലും രീതിയിൽ നിയമപരമായ ഒരു തടസ്സവുമില്ല. കാരണം രഞ്ജിനി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിന് മുന്നിലാണ് എത്തിയത്. കാരണം സിംഗിൾ ബെഞ്ചിന് വിധിക്ക് മുകളിൽ അപ്പീൽ നൽകേണ്ടത് ഡിവിഷൻ ബെഞ്ചിലാണ്. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, VM ശ്യാം, S മനു എന്നിവർ അടങ്ങുന്ന ബെഞ്ചിനെ സമീപിക്കുമ്പോൾ അതിൽ ഒരു സ്റ്റേ നൽകാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിസമ്മതിക്കുകയും ചെയ്തു. അതായത് കഴിഞ്ഞ് നമുക്ക് ഈ വിഷയം ആഴത്തിൽ പരിശോധിക്കുമ്പോൾ കൂടുതൽ അതിൻ്റെ നിയമവശങ്ങൾ കൂടി പരിശോധിക്കും. ഇങ്ങനെ ഏതെങ്കിലും കമ്മിറ്റി റിപ്പോർട്ട് ഏതെങ്കിലും മൊഴി കൊടുത്ത ഒരാൾക്ക് മറ്റ് പൊതു രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ട് തന്നെ കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മളുടെ അനുഭവത്തിൽ, നമ്മളുടെ അറിവിൽ, പരിമിതമായ അറിവിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയോ കമ്മീഷനോ റിപ്പോർട്ട് മൊഴിപ്പകർപ്പ് എന്ന രീതിയിൽ, മൊഴിപ്പകർപ്പല്ല റിപ്പോർട്ടിൻ്റെ പകർപ്പ് മൊഴി കൊടുത്തയാൾക്ക് കൊടുത്തതായി ചരിത്രമില്ല. അങ്ങനെയാണെങ്കിൽ രഞ്ജിനിയുടെ പരിഹരിക്കാനാവാത്തൊരാവശ്യമാണെങ്കിൽ, അതിനൊരു പരിഹാരമില്ലാത്ത പ്രശ്നമാണെങ്കിൽ അത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ തടസ്സപ്പെടുത്തുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും രഞ്ജിനിയുടെ ആകാംക്ഷയും രഞ്ജിനിയുടെ ഉത്കണ്ഠയും നമ്മൾ മനസ്സിലാക്കുന്നു, ആശങ്കയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഒരു പൊതു താല്പര്യമുണ്ട് എന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ നിലപാടാണ് റിപ്പോർട്ടർ TVക്കുള്ളത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും അത് തന്നെയായിരിക്കും ഉണ്ടാവുക. ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഉള്ളടക്കം ഒരു തൊഴിലിടത്തിൽ ചൂഷണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്. ആ തൊഴിലിടത്തിൻ്റെ ചൂഷണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് രഹസ്യാത്മകത നിലനിർത്തിക്കൊണ്ട് തന്നെ പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ വിവരാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ അബ്ദുൽ ഹക്കീമിൻ്റെ നേതൃത്വത്തിൽ ഇടപെട്ടതിന് ഒരു അഭിനന്ദനം കൂടിയുണ്ട്. കാരണം മറ്റ് ചില വകുപ്പുകളും സർക്കാർ ഏജൻസികളുമെല്ലാം കൈമലർത്തിയപ്പോഴാണ് വിവരാവകാശ കമ്മീഷൻ അബ്ദുൽ ഹക്കീമിൻ്റെ നിലപാട് ഇത്തരത്തിൽ റിപ്പോർട്ട് വെളിച്ചം കാണാൻ ഇടയാവുന്ന സാഹചര്യമുണ്ടായത്. വെളിച്ചം കാണാൻ വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സർക്കാർ വീണ്ടും ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന നിലപാടെടുക്കുമ്പോൾ സർക്കാരിൻ്റെ നിലപാട് ആർക്കൊപ്പം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സർക്കാർ അതിന് തീർച്ചയായും മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല.